Hi all, welcome back. So നമ്മുടെ നെക്സ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് ക്യൂ യൂസിങ് ലിങ്ക്ഡ് ലിസ്റ്റ്. ഓക്കെ, അപ്പം നമ്മൾ ലിങ്ക്ഡ് ലിസ്റ്റ് യൂസ് ചെയ്തിട്ട് എങ്ങനെ ക്യൂവിനെ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അതാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. സോ അതിനെ തന്നെയാണ് നമ്മൾ ലിങ്ക്ഡ് ക്യൂ എന്നും പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ക്യൂവിന്റെ കേസ് പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ ക്യൂ എന്ന ഡാറ്റ സ്ട്രക്ചർ നമ്മൾ അറേ യൂസ് ചെയ്തിട്ട് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തിരുന്നു അല്ലേ. അപ്പോൾ ആ ഒരു കേസിൽ നമ്മൾ രണ്ട് പോയിന്റേഴ്സ് പറഞ്ഞിരുന്നു, ഫ്രണ്ട് റിയർ അല്ലെ. ഇപ്പം ഒരു ക്യൂവിന്റെ കേസിലാണെങ്കിൽ ഫ്രണ്ടിൽ കൂടെ ആയിരിക്കും എലമെന്റുകളെ ഡിലീറ്റ് ചെയ്ത് മാറ്റുന്നത്, റിയറിൽ കൂടെ ആയിരിക്കും പുതിയ എലമെന്റുകളെ നമ്മൾ ആഡ് ചെയ്യുന്നത് അല്ലെ. അപ്പോൾ ഈ രണ്ട് മെയിൻ പോയിന്റേഴ്സ് ആണ് ഇവിടെ ഉള്ളത്, ഫ്രണ്ട് പോയിന്ററും ഉണ്ട്, റിയർ പോയിന്ററും ഉണ്ട്. ഓക്കെ, സോ ലിങ്ക്ഡ് ലിസ്റ്റ് യൂസ് ചെയ്തിട്ടുള്ള ഒരു ലിങ്ക്ഡ് ലിസ്റ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ ക്യൂവിനെ ക്രിയേറ്റ് ചെയ്തേക്കുന്നതിന്റെ ഫിഗർ ആണ് ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നത്. സോ ഇവിടെ ഫ്രണ്ട്, ദെൻ ബാക്കിലാണ് റിയർ. റിയർ ഇവിടെ പോയിന്റ് ചെയ്യും, ഫ്രണ്ട് ഇവിടെ പോയിന്റ് ചെയ്ത് നിൽക്കുന്നു. സോ ഇതാണ് നമ്മുടെ നോഡുകളാണ്. അപ്പൊ ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ നോഡുകളാണല്ലോ വരുന്നത്. സോ നോഡുകളെ നമ്മൾ ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നു. ദെൻ ലാസ്റ്റ് നോഡ് നോക്കുക. ലാസ്റ്റ് നോഡിന്റെ നെക്സ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് എന്താ? നൾ വാല്യൂ, നിൽ വാല്യൂ ആണ്. നിൽ ഓർ നൾ. ഓക്കെ, നൾ വാല്യൂ ആണ് വരുന്നത്. സോ അതാണ് ഇവിടെ ക്രോസ് ചെയ്തിരിക്കുന്നത് അല്ലെ. കാരണം എന്താ? ഇതാണ് റിയർ എന്ന് പറയുന്നത് ഏറ്റവും ലാസ്റ്റിലാണ് പോയിന്റ് ചെയ്ത് നിൽക്കുക അല്ലെ. അപ്പൊ ഏറ്റവും ലാസ്റ്റ് നോഡ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് അതിന്റെ ലിങ്ക് പോർഷൻ എന്ന് പറയുന്നത് അല്ല, അതായത് അതിന്റെ അഡ്രസ് പോർഷൻ എന്ന് പറയുന്നത് 0 ആയിരിക്കും അല്ലെ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അവിടെ നിന്ന് ഇനിയും ഫർദർ ആയിട്ട് വേറെ ലിങ്ക് ഒന്നും ഇല്ല എന്നുള്ളതാണ് അതിന്റെ മീനിങ്. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ ലിങ്ക്ഡ് ലിസ്റ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ ക്യൂവിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. നമുക്ക് ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ഇൻസേർഷൻ ഡിലീഷൻ ആണ്, അതായത് എൻ ക്യൂ ഡി ക്യൂ അല്ലെ. അപ്പം രണ്ട് മെയിൻ ഓപ്പറേഷൻസ് ആണ് ക്യൂവിലും ഉള്ളത്. നമുക്ക് എൻ ക്യൂ ചെയ്യാം, അതായത് പുതിയ എലമെന്റുകളെ ആഡ് ചെയ്യാം. ദെൻ ഡി ക്യൂ ചെയ്യാം. ഡി ക്യൂ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എലമെന്റുകളെ നമുക്ക് ക്യൂവിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളയാനും പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് അത് എങ്ങനെ പെർഫോം ചെയ്യാം? ഈ ലിങ്ക്ഡ് ലിസ്റ്റ് യൂസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്തേക്കുന്ന ക്യൂ ആണ് ലിങ്ക്ഡ് ക്യൂ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഈ ലിങ്ക്ഡ് ക്യൂവിൽ നമുക്ക് എൻ ക്യൂ ഡി ക്യൂ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത്. സോ ഈ അൽഗോരിതം നോക്കുക, എൻ ക്യൂ ആൻ ഐറ്റം ഇൻറ്റു ലിങ്ക്ഡ് ക്യൂ. സോ ലിങ്ക്ഡ് ക്യൂവിലേക്ക് നമ്മൾ എൻ ക്യൂ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇൻസേർട്ട് ചെയ്യാണ്, ഒരു പുതിയ ഐറ്റത്തെ നമ്മൾ ഇൻസേർട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, അൽഗോരിതം നോക്കാം. അൽഗോരിതം എൻ ക്യൂ ഐ കോമ വൈ, ആഡ് വൈ ഇൻറ്റു ഐത്ത് ക്യൂ. സോ ഐത്ത് ക്യൂവിലേക്ക് നമ്മൾ വൈ എന്ന് പറഞ്ഞ ഐറ്റത്തെ നമ്മൾ ആഡ് ചെയ്യാൻ പോവാണ്. അപ്പൊ നമ്മൾ നോർമലി ചെയ്യുന്നത് എന്താണ്? പുതിയൊരു നോഡിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യും അല്ലെ. അപ്പൊ ന്യൂ എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് എന്നൊരു നോഡിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. സോ ഞാൻ ഒരു എക്സ് എന്ന് പറഞ്ഞൊരു നോഡിനെ ഇവിടെ ക്രിയേറ്റ് ചെയ്തു. ഇനി എന്ത് ചെയ്തു? എക്സ് ഡോട്ട് ഡാറ്റ ഇസ് ഈക്വൽ ടു വൈ. എക്സിന്റെ ഡാറ്റ പൊസിഷൻ ഞാൻ വൈയെ സേവ് ചെയ്തു. ഓക്കെ, വൈയെ സേവ് ചെയ്തു. ദെൻ എക്സ് ഡോട്ട് ലിങ്ക് ഇസ് ഈക്വൽ ടു നിൽ. എക്സിന്റെ ലിങ്ക് പോർഷന് ഞാൻ നില്ല് വാല്യൂ, അതായത് 0 കൊടുത്തു. ഓക്കെ, അതെന്തിനാ ചെയ്യുന്നത്? കാരണം ഇതാണ് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്ന പുതിയ നോഡ് എന്ന് പറയുന്നത് അല്ലെ. അപ്പം ഈ റിയർ എന്ന് പറയുന്നത് എപ്പോഴും ഈ ലാസ്റ്റിലായിരിക്കും പോയിന്റ് ചെയ്ത് നിൽക്കുക അല്ലെ. ആഡ് ചെയ്ത് കഴിയുമ്പോൾ റിയർ എന്ന് പറയുന്ന ഈ പോയിന്റർ ലാസ്റ്റ് ഈ ഒരു എക്സ് എന്ന് പറയുന്ന നോഡിലേക്കായിരിക്കും പോയിന്റ് ചെയ്ത് നിൽക്കുന്നത്. അപ്പം ഒരു ക്യൂ യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ക്യൂവിന്റെ എൻഡ് എന്ന് പറയുന്നത് എന്താണ്? ലിങ്ക് എന്ന് പറയുന്നത്, അതായത് എൻഡ് നോഡിൽ ഒരു ക്യൂ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു ലിങ്ക്ഡ് ലിസ്റ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലിങ്ക്ഡ് ലിസ്റ്റിന്റെ അവസാനത്തെ നോഡിന്റെ ലിങ്ക് പോർഷൻ എന്ന് പറയുന്നത് 0 വരണം അല്ലെ. അതാണ് അതിന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത്. സോ അങ്ങനെയാണ് നമ്മൾ അവസാനത്തെ നോഡ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ലിങ്ക് പോർഷൻ എന്ന് പറഞ്ഞാൽ 0 വരുന്നതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അവിടെ നിന്ന് ഫർദർ ആയിട്ട് വേറെ ലിങ്കുകളൊന്നും ഇല്ല. ഓക്കെ, അതാണ് അതിന്റെ മീനിങ്. അപ്പൊ നമ്മൾ ഇവിടെ ഇപ്പൊ നമ്മൾ പുതിയൊരു നോഡിനെ ക്രിയേറ്റ് ചെയ്തു. ദെൻ ഇനി ഇവിടെ നോക്കുക, ഈ ഫ്രണ്ട് ഓഫ് ഐ ഈസ് ഈക്വൽ ടു നിൽ. ഓക്കെ, അപ്പൊ ഫ്രണ്ട് ഓഫ് ഐ എന്ന് പറഞ്ഞാൽ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അതിന്റെ മീനിങ്? ഫ്രണ്ട് ഇല്ല എന്നുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട് ഇല്ല, അതായത് ഇങ്ങനെ ഒരു ക്യൂ ഇല്ല എന്ന് വിചാരിക്കുക, ലിങ്ക്ഡ് ക്യൂ ഇല്ല എന്ന് വിചാരിക്കുക. അപ്പൊ ലിങ്ക്ഡ് ക്യൂ ഇല്ലാത്ത കേസിൽ നമ്മൾ എന്താ ചെയ്യുക? ഇപ്പൊ ക്രിയേറ്റ് ചെയ്ത ഈ നോഡ് അല്ലെ, ഇപ്പൊ ഈ ക്രിയേറ്റ് ചെയ്ത നോഡിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക? ഫ്രണ്ടും റിയറിനെ പോയിന്റ് ചെയ്യിപ്പിക്കുക. അപ്പൊ ഫ്രണ്ടും റിയറും ഒരുമിച്ച് എവിടെ വരും? ഇപ്പൊ ക്രിയേറ്റ് ചെയ്ത ഈ ഒരു നോഡിൽ വരും അല്ലെ. അപ്പം അതിന്റെ മീനിങ് എന്താണ്? ഇതൊരു ലിങ്ക്ഡ് ക്യൂ ആണ്. ഈ ലിങ്ക്ഡ് ക്യൂവിൽ ആകപ്പാടെ ഒരൊറ്റ നോഡേ ഉള്ളൂ. ആ ഒരു നോഡിലേക്കാണ് ഫ്രണ്ടും റിയറും പോയിന്റ് ചെയ്ത് നിൽക്കുന്നത് അല്ലെ. നമ്മൾ അറേ പഠിച്ചപ്പോഴും ഇങ്ങനെ തന്നെയായിരുന്നു. അറേ യൂസ് ചെയ്തിട്ട് നമ്മൾ ക്യൂവിനെ ക്രിയേറ്റ് ചെയ്തപ്പോഴും ഇതുപോലെ തന്നെയാണ് അല്ലെ. ഒറ്റ എലമെന്റേ ഉള്ളെങ്കിൽ എന്ത് ചെയ്യുക? ഫ്രണ്ടും റിയറും ആ ഒരു എലമെന്റിലേക്കായിരിക്കും എന്ത് ചെയ്യുക? ഫോക്കസ് ചെയ്ത് നിൽക്കുന്നത് അല്ലെങ്കിൽ പോയിന്റ് ചെയ്ത് നിൽക്കുന്നത് അല്ലെ. പിന്നെ പുതിയ എലമെന്റുകൾ ആഡ് ചെയ്യുന്നതിനനുസരിച്ച് റിയർ ആയിരിക്കും മാറി 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 അങ്ങനെ പോകുന്നത് അല്ലെ. അപ്പൊ ഇവിടുത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ടും റിയറും എന്ത് ചെയ്യും? ഈ ഒരൊറ്റ നോഡിലേക്ക് പോയിന്റ് ചെയ്ത് നിൽക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. ഇനി അതല്ലാത്ത കേസ്, അതായത് ഇതുപോലൊരു ക്യൂ ഉണ്ടെന്ന് വിചാരിക്കുക, ഇതുപോലൊരു ലിങ്ക്ഡ് ക്യൂ ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണ് എന്ത് ചെയ്യുക? റിയർ ഓഫ് ഐ ഡോട്ട് ലിങ്ക് ഇസ് ഈക്വൽ ടു എക്സ്. അപ്പോൾ റിയർ ഇപ്പൊ ഇവിടാണ് പോയിന്റ് ചെയ്തിരിക്കുന്നത്. അപ്പം അതിന്റെ ലിങ്ക് എന്ത് ചെയ്യുക? എക്സിലേക്ക് പോയിന്റ് ചെയ്യിപ്പിക്കുക. സോ ഞാൻ എക്സിലേക്ക് പോയിന്റ് ചെയ്യിപ്പിച്ചു. സോ റിയറിന്റെ ലിങ്ക് പോർഷൻ ഞാൻ എക്സിലേക്ക് പോയിന്റ് ചെയ്യിപ്പിച്ചു. അപ്പൊ എന്ത് ചെയ്തു? ഈ നോഡും കണക്റ്റഡ് ആയി. ഇനി എന്താ ചെയ്യുക?
ഇനി ഞാൻ ഈ റിയറിനെ ഇപ്പുറത്തേക്ക് ജമ്പ് ചെയ്യിപ്പിക്കണം അല്ലേ, കാരണം ഇനി ലാസ്റ്റ് നോഡ് എന്ന് പറയുന്നത് ഈ എക്സ് ആണ് അല്ലെ, അതുകൊണ്ട് റിയർ ഓഫ് ഐ ഈക്വൽ ടു എക്സ്. അപ്പൊ ഈ റിയറിനെ ഞാൻ ഇവിടുന്ന് മാറ്റി ഞാൻ ഈ ലാസ്റ്റ് നോഡിലേക്ക് പോയിന്റ് ചെയ്യിപ്പിക്കാൻ പോവാണ്. സോ റിയറിനെ ഞാൻ അവിടുന്ന് മാറ്റി ഇനി ഞാൻ ലാസ്റ്റ് നോഡിലേക്ക് റിയറിനെ എന്ത് ചെയ്തു വെച്ചു. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമ്മൾ, അപ്പൊ ഇതാണ് റിയർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു നോഡാണ് ലാസ്റ്റ് നോഡ്, ഈ ലിങ്ക്ഡ് ലിസ്റ്റിന്റെ ലാസ്റ്റ് ലിങ്ക്ഡ് ക്യൂവിന്റെ ലാസ്റ്റ് നോഡ് വരുന്നത് ഇതാണ്. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു പുതിയൊരു ഐറ്റത്തെ ഈ ക്യൂവിലേക്ക്, ലിങ്ക്ഡ് ക്യൂവിലേക്ക് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നത്. ഓക്കെ, എൻ ക്യൂ ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ഓപ്പറേഷൻ ആണ് ഡി ക്യൂ ചെയ്യുക എന്നുള്ളത്. സോ ഇതാണ് ഡി ക്യൂ ആൻ ഐറ്റം ഫ്രം ലിങ്ക്ഡ് ക്യൂ. സോ ലിങ്ക്ഡ് ക്യൂവിൽ നിന്ന് നമ്മളൊരു ഐറ്റത്തെ നമ്മൾ ഡി ക്യൂ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഡിലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് അല്ലെ. അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. സോ അൽഗോരിതം ഡി ക്യൂ ഐ കോമ വൈ, ഈ ഫ്രണ്ട് ഈക്വൽ ടു നില്ല്. ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ നില്ലാണെങ്കിൽ എന്താ, എം ടി ക്യൂ ആയിരിക്കും. ക്യൂ എന്ന് പറഞ്ഞാൽ എം ടി ആയിരിക്കും. അപ്പൊ അവിടെ നിന്ന് നമുക്കൊന്നും ഡിലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല അല്ലെ. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, സപ്പോസ് ഇതുപോലെ ഒരു ക്യൂ ഉണ്ടെന്ന് വിചാരിക്കുക, ഇതുപോലെ ഒരു ലിങ്ക്ഡ് ക്യൂ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, എക്സ് ഇസ് ഈക്വൽ ടു ഫ്രണ്ട് ഓഫ് ഐ അല്ലെ. അപ്പം ഫ്രണ്ട് ഓഫ് ഐ എന്ന് പറയുന്നത് ഇതാണ്. അപ്പം എക്സ് ഇസ് ഈക്വൽ ടു ഫ്രണ്ട് ഓഫ് ഐ. അപ്പൊ എക്സിനെ നമ്മൾ ഈ ഫ്രണ്ട് ഓഫ് ഐയെ നമ്മൾ എക്സ് വെച്ചിട്ട് അസൈൻ ചെയ്യുക. സോ ഇതിന് നമ്മൾ എക്സ് എന്ന് പറഞ്ഞ പേര് കൊടുത്തു. സോ ഇതിപ്പം എക്സ് ആയി. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, വൈ ഇസ് ഈക്വൽ ടു എക്സ് ഡോട്ട് ഡേറ്റ. അപ്പൊ എക്സിന്റെ ഡേറ്റ എന്ന് പറഞ്ഞാൽ എസ് ആണ് അല്ലെ. എക്സ് ഡോട്ട് ഡേറ്റ എന്ന് പറയുന്നത് എസ് ആണ്. സോ അതിനെ എന്ത് ചെയ്തു, വൈയിലേക്ക് എന്ത് ചെയ്തു, നമ്മൾ സേവ് ചെയ്ത് വെച്ചു. സോ ആ എസ് അവിടെ നിന്ന് പോവും. ആ എസിനെ നമ്മൾ എടുത്ത് മാറ്റി നമ്മുടെ ഡേറ്റയെ നമ്മൾ അതിനകത്ത് നിന്ന് എടുത്തു, കാരണം ഈ നോഡാണ് നമ്മൾ കളയാൻ പോകുന്നത്. അപ്പൊ ഡേറ്റയെ നമ്മൾ എടുത്ത് എന്ത് ചെയ്തു, വൈയിലേക്ക് സേവ് ചെയ്തു. വൈ എന്ന് പറയുന്ന ഒരു വേരിയബിൾ ആണ്. ആ വേരിയബിളിലേക്ക് നമ്മൾ സേഫ് ആയിട്ട് സേവ് ചെയ്ത് വെച്ചു. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യുക, ഇനി നമ്മൾ ചെയ്യേണ്ടത് ഫ്രണ്ട് ഓഫ് ഐ ഈസ് ഈക്വൽ ടു എക്സ് ഡോട്ട് ലിങ്ക്. ഓക്കെ, അതായത് എക്സിന്റെ ലിങ്ക് എന്ന് പറയുന്നത് ഇപ്പൊ ഏതാണ്, ഈ രണ്ടാമത്തെ നോഡാണ്. ഇതാണ് എക്സ്, ആദ്യത്തെ നോഡാണ് എക്സ്. അതിന്റെ ലിങ്ക് എന്ന് പറയുമ്പോൾ എന്താണ്, എക്സ് ഡോട്ട് ലിങ്ക് എന്ന് പറഞ്ഞാൽ ആക്ച്വലി അതെന്താണ്, രണ്ടാമത്തെ നോഡാണ് അല്ലെ. അപ്പൊ ആ രണ്ടാമത്തെ നോഡിലേക്ക് എന്താ ചെയ്തത്, ഫ്രണ്ട് ഓഫ് ഐയെ വെച്ചു. അപ്പൊ ഇപ്പോഴത്തെ ഫ്രണ്ട് ഇവിടുന്ന് പോയിട്ട് രണ്ടാമത്തെ നോഡിലേക്ക് വരും. ഓക്കെ, അപ്പൊ ആ ഫ്രണ്ട് അവിടുന്ന് പോയി, ദെൻ നെക്സ്റ്റ് നോഡിലേക്ക് ആ ഫ്രണ്ടിനെയും കൂടെ പ്ലേസ് ചെയ്തു. ഓക്കെ, അപ്പൊ എന്ത് ചെയ്തു, ഇപ്പൊ ഈ ഒരു ഫസ്റ്റ് നോഡ് എന്ന് പറഞ്ഞാൽ ഫ്രീ ആയി. അതിനകത്ത് ഡേറ്റ ഇല്ല, ഫ്രണ്ട് എന്ന് പറഞ്ഞ പോയിന്ററും ഇല്ല. പോയിന്ററെ നമ്മൾ അടുത്തേക്ക് മാറ്റി, ഡേറ്റയെ നമ്മൾ സേഫ് ആയിട്ട് വൈ എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് സേവ് ചെയ്തു. ഇനി ഇപ്പൊ എന്താണ്, ഇത് വെറുതെ കിടക്കുന്ന ഒരു നോഡാണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്ക് ഇവിടുന്ന് കളയാം. അതാണ് ഡിസ്പോസ് എക്സ്. സോ ഡിസ്പോസ് എക്സ് ചെയ്യുമ്പോഴത്തേക്കിനും എന്താ, ഈ ഫസ്റ്റ് നോഡ് ഇവിടെ നിന്ന് പോകും. സോ ഡിസ്പോസ് എക്സ് ചെയ്യുമ്പോഴത്തേക്കിനും ഫസ്റ്റ് നോഡ് ഇവിടെ നിന്ന് എന്ത് ചെയ്തു, ഫസ്റ്റ് നോഡ് അവിടെ നിന്ന് പോയി. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ലിങ്ക്ഡ് ക്യൂവിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, ഡി ക്യൂ ചെയ്യുന്നത്. ഓക്കെ, അതായത് ഡിലീറ്റ് ചെയ്യുന്നത്. ഡിലീറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യൂവിന്റെ കേസിൽ ഡിലീറ്റ് ചെയ്യുന്നത് ഫ്രണ്ടിൽ നിന്നാണ് അല്ലെ. ഫ്രണ്ട് എവിടെയാണ് പോയിന്റ് ചെയ്ത് നിൽക്കുന്നത് അതായിരിക്കും ഡിലീറ്റ് ചെയ്ത് പോകുന്നത്. സോ ഫസ്റ്റ് കേസിൽ ഫ്രണ്ട് എന്ന് പറയുന്നത് ഇവിടെ ആയിരുന്നു പോയിന്റ് ചെയ്തത്, ഈ ആദ്യത്തെ നോഡിലായിരുന്നു പോയിന്റ് ചെയ്തത്. സോ ഈ നോഡിനെയാണ് നമ്മൾ ഡിലീറ്റ് ചെയ്ത് മാറ്റുന്നത്. സോ ഇതാണ് ഡി ക്യൂ. ഓക്കെ, സോ ബാക്കി നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. താങ്ക് യു.